ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ ചൂട് കനക്കുകയാണ്. സൂര്യാഘാതമേറ്റ് ഇന്ന് 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു എന്ന ദുഃഖകരമായ കാര്യം നമ്മളെ തേടി വരുന്നുണ്ട്. മലപ്പുറം പടിഞ്ഞാറ്റേമുറി സ്വദേശി മുഹമ്മദ് ഹനീഫയും കോഴിക്കോട് പന്നിയങ്കര സ്വദേശി വിജേഷുമാണ് ഇന്ന് മരിച്ചത്. കനത്ത ചൂടിനെ തുടർന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ മാസം 6-ാം തീയതി വരെ അടച്ചിടും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വൈദ്യുതി ഉപയോഗം കുത്തനെ കൂടിയെങ്കിലും ലോഡ് ഷെഡിംഗ് തൽക്കാലം ഏർപ്പെടുത്താൻ ആലോചനയില്ല. കോഴിക്കോട് പന്ന്യങ്കരയിൽ പെയിന്റിംഗ് ജോലിക്കിടെ സൂര്യാഘാതമേറ്റ് ചികിത്സയിലായിരുന്ന വിജേഷാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിജേഷിന് സൂര്യാഘാതമേറ്റത്. പെയിന്റിംഗ് ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇന്നലെ വെയിലത്ത് ജോലി ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണ മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശി മുഹമ്മദ് ഹനീഫയും ഇന്നു മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇരുവരുടെയും മരണം. സംസ്ഥാനത്ത് അതിതീവ്രമായ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് 6 വരെ അടച്ചിടും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കണം. പോലീസ്, അഗ്നിശമന രക്ഷാസേന, മറ്റു സേനാ വിഭാഗങ്ങൾ, NCC, SPC തുടങ്ങിയവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം. ആസ്ബസ്റ്റോസ്, ടിൻ ഷീറ്റുകൾ മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം. ഇവ മേൽക്കൂരയായുള്ള വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം. കലാകായിക മത്സരങ്ങളോ പരിപാടികളോ പകൽ 11 മുതൽ വൈകിട്ട് 3 മണി വരെ നടത്തുന്നതിന് വിലക്ക്. തീപിടുത്ത സാധ്യത മുൻകൂട്ടി കണ്ട് ഫയർ ഓഡിറ്റ് അടക്കം നടത്തി കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. വേനൽ മഴ സജീവമാകുന്നതിനു മുമ്പ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നും ഇന്നു ചേർന്ന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് ഇന്നും നാളെയും തുടരും. ആലപ്പുഴ ജില്ലയിൽ രാത്രികാല താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. സംസ്ഥാനത്ത് വേനൽ മഴയും തുടരും. ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം മെയ് മാസത്തിൽ കേരളത്തിൽ പൊതുവെ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കുറവ് മഴ ലഭിക്കാനും ഉയർന്ന താപനില സാധാരണയേക്കാൾ കൂടാനുമാണ് സാധ്യത. സംസ്ഥാനത്ത് അടുത്ത ആഴ്ചയോടെ വേനൽ മഴ സജീവമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. എന്നാൽ അതിനിനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അതുവരെ സംസ്ഥാനം ചുട്ടുപൊള്ളുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, ഒരു ദിവസം ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് വീണ്ടും ഉയർന്ന താപനില, അതായത് 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. യഥാർത്ഥത്തിൽ ഇത് സാധാരണയേക്കാൾ 4.4 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ 12 ദിവസത്തിൽ 10 ദിവസവും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു പാലക്കാട് ചൂട്. വടക്കൻ കേരളം അപ്പാടെ ചൂട് പിടിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. കടുത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്ത് കുറേ അധികം നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തീരുമാനമായിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലും ചൂട് ഇനിയും കൂടുകയാണെങ്കിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുമെന്ന് ആണ് പൊതുജനങ്ങൾ പറയുന്നത്. കാണാം ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ചൂട് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു ചൂടുണ്ടായില്ല. ഇപ്പോൾ ചൂടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ പ്രകൃതിൻ്റെ താളം തെറ്റിച്ചല്ലേ സംഭവം. പുറത്ത് നല്ല ചൂടാണ്. ഞങ്ങൾ വരുമ്പോഴൊക്കെ നല്ല ചൂടാണ്. രാവിലത്തെ യാത്രയിലൊക്കെ ബസ്സിലാണെങ്കിൽ നല്ല ചൂടാണ്. അല്ല, പൊതുവേ പുറത്തൊക്കെ ജോലി ചെയ്യണവർക്കായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട്. പിന്നെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോഴും AC കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ശരിക്കും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ചൂട്. ഉച്ചയ്ക്കൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാറില്ല. ഓഫീസിൽ കയറിയാലൊരു സമാധാനമാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. പുറത്തെ ചൂട് ആക്ച്വലി ഞങ്ങളൊരു 9 മണിയാകുമ്പോഴത്തേക്ക് ഓഫീസിൽ കയറാറുണ്ട്. പിന്നെ വൈകിട്ട് ഇറങ്ങാറ്. പുറത്തെ ചൂട് ഞങ്ങൾ അധികം അറിയാറില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാനോ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒരു 5 മിനിറ്റ് വെയിലുള്ളത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി 1-2 പണി കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ വെയിലിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ വീട്ടിൽ കുത്തുന്നത് നമുക്ക് തിന്നാൻ ആര് വരും? ചൂട് നല്ല ചൂടാണ്. വെള്ളം കുടിച്ച് ഇങ്ങനെ പോകുന്നത്. പണിയെടുക്കുമ്പോൾ നല്ലൊരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പണിയെടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇരിക്കേണ്ടി വരും. ഇരുന്നാലേ കഴിച്ചാലേ ഉള്ളൂ, അല്ലെങ്കിൽ കാര്യം അതാണ്. അപ്പോൾ ജോലിക്ക് തന്നെ ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഈ ചൂടുകൊണ്ട് കൂടുതൽ ആളുകൾ പുറത്തിറങ്ങുന്നില്ല. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊന്നും നമ്മളെ സമൂഹത്തിൽ വരുന്നില്ല. ഈ പ്രായത്തിലിടയ്ക്ക്
ഇത്തരത്തിലുള്ള ഒരു ചൂട് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അതൊരു വല്ലാത്തൊരു ചൂട്. അപ്പോൾ ഞാനൊക്കെ വീട്ടിൽ കിടക്കുന്നത് നിലത്താണ്. ഞങ്ങളൊക്കെ നന്നായി ഫീൽഡ് വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നടക്കുന്ന സമയത്ത് മറിഞ്ഞു വീഴോ എന്നുള്ള ഒരു സംശയിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് വരുന്നത്. ഉറങ്ങാൻ കിടന്നാൽ എന്താ വെച്ചാൽ എണീറ്റ് പോയിട്ട് ശരീരത്തിൽ വെള്ളം ഒഴിക്കുക, അതുപോലെ കറണ്ട് ലൈറ്റ് ഫാൻ ഇട്ടാൽ 5 മിനിറ്റ് ആകുമ്പോൾ അത് കട്ടാവുകയാണ്. ചൂട് ഭയങ്കര ചൂടല്ലേ, മഴയില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എത്ര 42 ഡിഗ്രിയാണ്, 41. ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കച്ചവടം കുറവ്, ആൾക്കാരില്ല ടൗണിൽ. ചൂട് എളുപ്പമല്ല, സഹിക്കണില്ല. ശരീരത്തിലാകെ തൊലി തന്നെ ഉണ്ട് തോന്നുന്നില്ല. അതേമാതിരി വീർത്തിട്ട് മാന്തി പൊട്ടിക്കുക. പക്ഷെ നമുക്ക് ജീവിക്കണ്ടേ, അപ്പോൾ ആ നിലയ്ക്ക് ഇങ്ങനെ കൊണ്ടെടുക്കുക. ചൂട് നല്ല ചൂടാണ്. കാരണം അതിൻ്റെ കൈൻ്റെ മുകളിൽ കണ്ടില്ലേ, ഭയങ്കര ചൂടാണ്. ഞങ്ങളുടെ സ്ഥലം പാലക്കാടാണ്, പാലക്കാട് പട്ടാമ്പി എന്ന് പറയും. അവിടെയൊക്കെ ഭയങ്കര ചൂട്. വീടിൻ്റെ അകത്തൊന്നും രാത്രി ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. ആൾക്കാർ പൊതുവെ ടൗണിൽ തന്നെ കുറവാണ്. ആ പൂരപ്പറമ്പിലേക്ക് നോക്കി ഒരു മനുഷ്യല്ല പൂരപ്പറമ്പിൽ. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, നിറച്ച ആൾക്കാരൊക്കെ വന്നിരിക്കേണ്ട സമയമാണ്, ഒരാൾ പോലും ഇല്ല. ഭയങ്കര പ്രശ്നം തന്നെയാണ്. ചൂട് കൊണ്ട് ഒറ്റത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് പണിക്ക് പോണത്? ഭയങ്കര ചൂടാണ്, ഇരിക്കാൻ നിവൃത്തിയില്ല ചൂട് കൊണ്ട്. എല്ലാ വർഷത്തെക്കാട്ടിലും ഈ പ്രാവശ്യം ചൂട് കൂടുതലാണ്. ഭയങ്കര ചൂടാണ്. ഭയങ്കര കിടക്കാൻ പോലും പറ്റത്തില്ല രാത്രി, അത്ര കണ്ട് ചൂടാണ്. കാരണം നമ്മൾ ആലുശ്ശേരി താമസിക്കുന്നത് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ കുതിരപ്പന്തിയിലൊക്കെ വരുന്നത്. പടിഞ്ഞാറെന്നുള്ള കാറ്റടിയും കൊണ്ട് അങ്ങനെ ഇരിക്കും. ഭയങ്കരമായ ചൂടങ്ങനെ നിൽക്കൊള്ളില്ല. എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിച്ചേ പറ്റൂ. തീരദേശത്തിൻ്റെ ചെറിയൊരു കാറ്റ് കിട്ടും. ഒരു 3 മണി തൊട്ട് ഞങ്ങളൊരു 7 മണി 8 മണി വരെല്ലാം ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് പോയാലും കുറച്ച് നേരം ചൂട് കൂടി വന്നാൽ പുറത്തിറങ്ങി ഇവിടെ വന്ന് രാത്രി കാലങ്ങളിൽ നിൽക്കാറുണ്ട്.